ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹീൽഡൂക്ക് ഒരു ഷോ ഉണ്ട് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിയിൽ വെച്ചിട്ട് ഒരു ഫാഷൻ ഷോ ആണ്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അവിടെ കാണുന്നില്ല, ഇങ്ങോട്ട് വാ. ആയിട്ടില്ല, ബാബു ഉമ്മമ്മയൊക്കെ വരട്ടെ. ഇതിൽ നോക്കിയിട്ട് കാണിച്ചു കൊടുക്ക്. എങ്ങോട്ട് പോണേ? ഇങ്ങനെ നടക്കാൻ പോവാ? ഇങ്ങനെ നടന്ന് എന്താ കിട്ടുക അതിലേക്ക്? ഗിഫ്റ്റില്ലേ? ഗിഫ്റ്റ് വാങ്ങാൻ പോവാ. എന്താ ഇതില്? ഈ ബോക്സിലെന്താ? പെന്നോ? ഇതിൻ്റെ ഉള്ളില് എന്താ? മുടിയിൽ കെട്ടുന്നതാ? ഡ്രസ്സില്ലേ? ഇവിടെ അത് പോവുക. ശരി. ഓട്ടാണോ? ഇങ്ങോട്ട് വായേ, അവര് വരട്ടെ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ എത്തി. നമ്മൾ മുകളിലെത്തി നമ്മൾ മേലെ കയറിയപ്പോഴാണ് നമ്മൾ വിളിച്ച് നോക്കിയപ്പോൾ അവർ അവിടെ ഇല്ല. ഷോപ്പിലേക്ക് ആ മോളുടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു, ഹീലിൻ്റെ കോസ്റ്റ്യൂം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ആ ഷോപ്പിലേക്ക് പോവുകയാണ്. ഹീലിന് ഡ്രസ്സൊന്ന് കോസ്റ്റ്യൂംസ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അവളെ മുടിയൊന്നും നോക്കുക ഗൈസ്. ഒരു സൈഡിൽ മുടി കുറച്ചുണ്ട്, ഒരു സൈഡിലില്ല. ഫ്രണ്ടിൽ നമ്മൾ വെച്ചിരുന്ന മുടി അതെന്താണെന്ന് വെച്ചാൽ അവളെ കയ്യിൽ എങ്ങനെയോ ഒന്ന് കിട്ടി. അവളെന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഫ്രണ്ടിലത്തെ കുറച്ച് മുടിയൊന്ന് പോയി കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ഷോപ്പിലേക്ക് കോസ്റ്റ്യൂം നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കോസ്റ്റ്യൂംസൊക്കെ നമ്മൾ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് അവൾക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ മോളിൽ തന്നെ മേലെ കയറി ഫുഡൊക്കെ അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ അവൾക്കൊരു ജ്യൂസും ഈ പോപ്കോണൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. അങ്ങനെ അവൾ ജ്യൂസും ഒക്കെ കഴിച്ച് ഇനി ഞങ്ങൾ താഴെ തന്നെ വന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരത്താണ്, രാത്രി ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് നമ്മുടെ ഷോ വരുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട്. നമുക്ക് ഗ്രൂമിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരത്തെ ചെന്നതാണ്. അപ്പോൾ ഇതാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ഷോ നടക്കുന്ന സ്റ്റേജും അതൊക്കെ ഇവിടെ താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ടൈമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നമുക്ക് ഗ്രൂമിങ് സെക്ഷൻ ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ടാണ് അവർ പോകാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മേലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിക്കാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു താഴത്തേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ചിട്ടാണ് ഹീലുവിന് ഗ്രൂമിങ് സെക്ഷൻ കൊടുക്കുന്നതും. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ റെഡി ആവണമെന്നൊക്കെ. നമ്മുടെ കുറച്ച് ഷോയിലേക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. ഇവിടെ തന്നെയാണ്, ഇവിടെ ഒരു റൂമിലാണ്, ഒരു ഗ്രീൻ റൂമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ റെഡി ആവുന്നതും. നമ്മൾ മാത്രമല്ല, ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇവർ രണ്ടുപേരാണ് നമ്മുടെ ടീമിലുള്ള കുട്ടികൾ. അപ്പം ഇവർ രണ്ടുപേരിനെയും കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കുകയാണ് ക്യാമറമാൻ പറയുന്ന അടുത്തൊക്കെ ഇവർ വരുന്നില്ല. ഇവർ പോണ ഭാഗത്തൊക്കെ ഓരാണ് പോണത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഞങ്ങൾ എടുത്ത് അടക്കെ വഞ്ഞ
മറ്റാളോ അവിടെ ഇല്ല അവിടെ ആരും വിളിക്കട്ടെ, പിള്ളേരെ വിളിക്കണ്ടേ, ഒന്നും മിണ്ടണ്ട കേട്ടോ. ഓക്കെ അവിടെ നിൽക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നുകൂടെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നമുക്ക് ടൈം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഞാനും അവൾ ഒക്കാനൊക്കെ നോക്കി. ഇനിയിപ്പോൾ അവൾ ഒന്ന് ഫ്രഷായി വരണമെങ്കിൽ പക്ഷെ അവൾ ഉറങ്ങണമൊന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ കളി തന്നെയായിരുന്നു. ഈ ഓടിയിട്ടുള്ള കളി മാത്രമാണ്. അപ്പോൾ ടയേർഡായി കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിൽ അവൾ അത് നിൽക്കില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരുപാട് അവളടുത്ത് പിടിച്ചു നിർത്താനൊക്കെ നോക്കിയെങ്കിലും അവൾ ഫുൾ ടൈം കളി തന്നെയായിരുന്നു. അങ്ങനെ ഇതുണ്ട് ഈ ഓട്ടം തന്നെ, ഈ ഓടി 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 ഞാൻ പിന്നാലെ നടക്കുന്നുണ്ട്, കാക്കു പിന്നാലെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറൊരു ടീമിൻ്റെ ആൾക്കാരൊക്കെ വന്നിരുന്നു. അതിലും 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ ഇട്ടിട്ട് ഇവള് സെറ്റായി. പിന്നെ ഇവരിനേറ്റായിരുന്നു കളി ഫുള്ള്. പിന്നെ ഇവർ 3 തന്നെയായിരുന്നു ഈ കളി, ഈ ഓട്ടം. ആദ്യം ഓള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതാ ഇവർ 3 അങ്ങനെ ഇവർ 3 കുറേ കളിക്കൊക്കെ ചെയ്ത് അവർ 2 പേരും പറഞ്ഞു കൊടുക്കണൊക്കെ ഉണ്ട്. അവർക്ക് 2-3 ഷോ പോയി പരിചയമുണ്ട്. അപ്പോൾ ഓൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓളെവിടെ കേൾക്കും. ഓളിതാ ഈ ഓട്ടം തന്നെയായിരുന്നു. ലാസ്റ്റ് ഓളെ പിന്നാലെ ഇവർ 2 ഓട്ടം. അങ്ങനെ കുറേ നേരം ഇവരെ കളി അങ്ങനെ നടന്ന് അങ്ങനെ ഒരു 7 മണി വരെയൊക്കെ അതായി തന്നെയായിരുന്നു, ഈ ഓട്ടവും കളിയും ഇതൊക്കെ തന്നെയായിരുന്നു. 7 മണി ആയപ്പോഴാണ് ഞങ്ങളൊന്ന് അവർ പറഞ്ഞത് റെഡിയാവാൻ പറഞ്ഞു. 7:30 ഷോ എന്ന് പറഞ്ഞു. അപ്പോൾ 7 മണിക്കാണ് ഞങ്ങൾ റെഡിയാവാൻ നിന്നത്. കുറെ പ്രൊഡക്റ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ. കോസ്റ്റ്യൂം ചെയ്തതിൻ്റെ ശേഷം നമുക്കൊരു ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെ. അപ്പോൾ ഓളിങ്ങനെ അതേപോലെ ഓരോന്ന് പറയുന്നുണ്ട്, ഓള് അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഓളെ വഴിക്ക് ഓരും പോവായി. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും നമുക്ക് കിട്ടിയിട്ടുണ്ട്.
Ready, one, ഒന്നും കൂടി ഒക്കെ പറഞ്ഞോ. കാര്യമൊക്കെ അങ്ങനെയല്ല. നല്ല മേക്കപ്പ് കൺസോളിന്റെ സൈഡിൽ നിങ്ങൾക്ക് എല്ലാം കൺസോളിന്റെ സൈഡിൽ നിങ്ങൾക്ക് എല്ലാം വളരെ ഷോർട്ടേജ് ആവുന്നുണ്ട് ടെക്നിക്കൽ Thank you so much. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവൾ ഈ വണ്ടികൾ കണ്ടത്, ബൈക്കും കാറൊക്കെ. കാറിലിരുന്നില്ല, ബൈക്കിലാണ് നേരെ പോയിരുന്നത്. പക്ഷേ ആ ബൈക്കിൽ പറ്റില്ലായിരുന്നു, അതെന്തോ ഡാമേജാണ്, അപ്പോൾ അതിൽ ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അവൾക്കാണെങ്കിൽ അതാണ് ആകെ ഇഷ്ടമായിക്കണ്. അവൾക്ക് വണ്ടിയുള്ളത് കാറുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അവൾ അതിൽ ഇരുന്നില്ല. പക്ഷേ അവൾക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം. പക്ഷേ നമ്മളത് എടുത്തിട്ട് ഓൾ എടുക്കാൻ നോക്കിയിട്ട് ഓൾ വരുന്നുണ്ടായിരുന്നില്ല, അതിൽ തന്നെ ഇരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളതിൽ ഇരുത്താമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ഡാമേജ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ്. പിന്നെ ഓൾ അതൊന്നും വിടണ്ടായിരുന്നില്ല, ആ ബൈക്കുമ്പോൾ തന്നെയായിരുന്നു. അപ്പോൾ അവളുടെ ഒരു കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് കാറിൽ ഇരുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ അതിലിരുത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചു, പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്